വിശ്വപൗരൻ എന്നറിയപ്പെടുന്ന ശശി തരൂർ അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് പുറത്തേക്കുള്ള വഴി വെട്ടുവാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് പുറത്തേക്ക് എന്ന സൂചന ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്? 4 തവണ കോൺഗ്രസിന് വേണ്ടി തിരുവനന്തപുരത്ത് നിന്നും മത്സരിച്ച് വിജയിക്കുകയും ഒരുപക്ഷെ കോൺഗ്രസ് BJPയുമായി നേരിട്ട് മത്സരിച്ച് ഒരുപക്ഷെ തോൽക്കാൻ പോലും സാധ്യതയുള്ള ഒരു മണ്ഡലത്തിൽ എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് 4ാമത്തെ തവണയും ശശി തരൂർ തിരുവനന്തപുരത്ത് നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു. എന്നാൽ കേന്ദ്രത്തിൽ നിരന്തരമായി കോൺഗ്രസിന് ഭരണം നഷ്ടപ്പെടുന്നതും ശശി തരൂരിനെ വേണ്ട നിലയിൽ പരിഗണിക്കുന്നില്ല എന്നുള്ള തോന്നലും, ശശി തരൂരിനെ വേണ്ട നിലയിൽ പരിഗണിക്കുന്നില്ല എന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കേന്ദ്രത്തിൽ കോൺഗ്രസിന് ഭരണമില്ല എന്നുള്ളതാണ്. കാരണം ഇതുപോലെയുള്ള ആളുകളൊക്കെ അക്കോമഡേറ്റ് ചെയ്യണമെങ്കിൽ കേന്ദ്രത്തിൽ ഭരണം നിർബന്ധമാണ്. കേന്ദ്ര ഭരണം ഉണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവർണർ തസ്തിക ഉൾപ്പെടെ ഒട്ടേറെ തസ്തികകളിൽ അക്കോമഡേറ്റ് ചെയ്യപ്പെടാൻ കഴിയും. ഇപ്പോൾ ശശി തരൂരിനെ പോലെയുള്ള ഒരാളെ വേണ്ട രീതിയിൽ കോൺഗ്രസിന് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല. പിന്നുള്ളത് AICC പ്രസിഡന്റാണ്. അതിലേക്ക് അദ്ദേഹം മത്സരിച്ചു, അത്യാവശ്യം തരക്കേടില്ലാത്ത വോട്ടുകൾ നേടിയെങ്കിൽ പോലും മല്ലികാർജ്ജുൻ ഖാർഗെയാണ് AICCയുടെ പ്രസിഡന്റ്. അതുമായി ബന്ധപ്പെട്ട മറ്റു സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ തന്നെയും ശശി തരൂരിനെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കേന്ദ്ര നേതൃത്വം തയ്യാറല്ല. നമുക്കറിയാം, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടനാ തലത്തിൽ ശശി തരൂരിനെ പോലെയുള്ള ഒരാൾ പ്രവർത്തിച്ചാൽ എത്രത്തോളം അത് നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിന് ഗുണകരമാകുമെന്ന് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ശശി തരൂരിന് വേണ്ട നിലയിലുള്ള സ്വീകാര്യത കേന്ദ്ര നേതൃത്വത്തിൽ ലഭിക്കുന്നില്ല. സംസ്ഥാന നേതൃത്വത്തിലും അദ്ദേഹം ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ സംസ്ഥാനത്തെ നേതൃത്വവും അംഗീകരിച്ചു കൊടുക്കുന്നില്ല. സംസ്ഥാനത്തെ നേതൃത്വവുമായിട്ട് നല്ല നിലയിലുള്ള ഒരു സൗഹൃദം അദ്ദേഹത്തിനില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇപ്പോൾ ശശി തരൂർ നിങ്ങൾക്ക് എന്നെ വേണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ വേണ്ട എന്ന സന്ദേശമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഈ വിദേശ ഇൻവെസ്റ്റ്മെൻറ്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടും വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും ശശി തരൂർ നടത്തിയിട്ടുള്ള പ്രസ്താവന, അദ്ദേഹം ഒരു ഡാറ്റ വെച്ചുകൊണ്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ പോലും ശശി തരൂരിനെ പോലുള്ള കോൺഗ്രസ് നേതാവ് ഈ ഘട്ടത്തിൽ ഒരു 2026 തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന UDFനും കോൺഗ്രസിനും പ്രതിപക്ഷത്തിനുമൊക്കെ വലിയ നിലയിൽ ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു കാര്യം ശശി തരൂർ അങ്ങനെ പെട്ടെന്ന് ഒന്നും അറിയാതെ നിഷ്കളങ്കമായി പറഞ്ഞു പോകുമെന്ന് നമുക്ക് കരുതാൻ വയ്യ. അത് കൃത്യമായിട്ടും അദ്ദേഹം ഈ കോൺഗ്രസിൽ നിന്നുള്ള പുറത്തേക്കുള്ള വഴി വെട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അങ്ങനെ ഒരു ലേഖനം അദ്ദേഹം എഴുതിയത് എന്ന് അന്ന് തന്നെ മനസ്സിലായി. അറ്റ് ദ സെയിം ടൈം തന്നെ അദ്ദേഹം കേന്ദ്ര ഗവൺമെൻറ് നരേന്ദ്രമോദിയെയും അഭിനന്ദിക്കുന്നു എന്നുള്ളതാണ്, അത് വിദേശ നയവുമായി ബന്ധപ്പെട്ടും മറ്റുമൊക്കെ. അപ്പോൾ കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായ BJPയെയും CPMനെയും ഈ നിലയിൽ അനുകൂലിക്കുന്നത് ഞാൻ കോൺഗ്രസ് നിന്ന് പുറത്തേക്ക് എന്ന സൂചന കോൺഗ്രസ് നേതാക്കൾക്കും നൽകുന്നു, അത് CPMനും നൽകുന്നു, BJPക്കും നൽകുന്നു. ഞാനിതാ കോൺഗ്രസിൽ നിന്ന് പുറത്തേക്കുള്ള വഴി വിട്ടുകയാണ്, നിങ്ങൾക്ക് ആർക്കാണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ഞാനുമായി ബന്ധപ്പെടാം എന്ന സൂചന 2 പേർക്കും നൽകി കഴിഞ്ഞു. അത് ഒരു തന്ത്രപരമായ രാഷ്ട്രീയമാണ്. അദ്ദേഹത്തിന് ഇനി കോൺഗ്രസിനകത്ത് നിൽക്കാനുള്ള മനസ്സില്ല. എന്നാൽ ആ വേണ്ട നിലയിൽ ശശി തരൂരിനെ പരിഗണിക്കാനുള്ള സാധ്യത കോൺഗ്രസ് നേതൃത്വം, കാരണം കേന്ദ്ര ക്യാബിനറ്റിൽ ഭരണമുണ്ടായിരുന്നെങ്കിൽ മന്ത്രിയായും മറ്റും വളരെ പ്രധാനപ്പെട്ട ചുമതലകൾ ഒരുപക്ഷെ ശശി തരൂർ നൽകുമായിരുന്നു. പക്ഷെ ഭരണം ഇല്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ശശി തരൂരിനെ പോലെ ഒരാളെ അക്കോമഡേറ്റ് ചെയ്യാൻ കോൺഗ്രസ് നേതൃത്വത്തിന് പ്രശ്നമുണ്ട്. കാരണം പൂർണ്ണമായി രാഷ്ട്രീയക്കാരനല്ലാത്ത ശശി തരൂരിനെ സംഘടനാ പ്രവർത്തനങ്ങളിൽ നിയോഗിച്ചാൽ അതെത്രത്തോളം ഗുണകരമാകുമെന്ന് നേതൃത്വവും സ്വാഭാവികമായും ചർച്ച ചെയ്യപ്പെടുന്നുണ്ടാകും. മാത്രമല്ല, കോൺഗ്രസ് മാറ്റത്തിൻ്റെ വഴിവക്കിലാണ്. അവർ സ്ത്രീകൾക്കും അതുപോലെ തന്നെ SC/ST വിഭാഗങ്ങൾക്കും ആദിവാസി ജനവിഭാഗങ്ങൾക്കും ഗോത്ര വിഭാഗങ്ങൾക്കും ഒക്കെ കൂടുതൽ പരിഗണന നേതൃത്വത്തിൽ നൽകണമെന്ന് പറയുമ്പോൾ ഉന്നത ജാതിക്കാരനായിട്ടുള്ള തരൂരിനെ പോലെ ഒരാളെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് കോൺഗ്രസിനെ അക്കോമഡേറ്റ് ചെയ്യുന്നതിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനും തോന്നിയിരിക്കാം തൻ്റെ വഴി കോൺഗ്രസിന് പുറത്തേക്കാണ് എന്നുള്ളത്. ആ വഴി ശശി തരൂർ തിരഞ്ഞെടുക്കുന്നു. വൈകാതെ അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള സാധ്യതയാണ്. അതല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം ശക്തമായി ഇടപെട്ട് വേണ്ട നിലയിലുള്ള ചർച്ചകൾ നടത്തി അദ്ദേഹത്തെ പിടിച്ചിരുത്താൻ കഴിയുമോ എന്നുള്ള മറ്റൊരു കാര്യം. അതല്ലെങ്കിൽ ശശി തരൂർ കോൺഗ്രസിന് പുറത്തേക്ക് എന്ന കാര്യത്തിൽ തർക്കമില്ല.